ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മൊയ്ന എങ്ങനെ കൾച്ചർ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു പാത്രമാണ്. ഇതൊരു മിഠായി പാത്രമാണ്. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് കൾച്ചർ ചെയ്യുന്നത്. നമുക്ക് വീടുകളിൽ തന്നെ എങ്ങനെ കൾച്ചർ ചെയ്യാൻ നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ മിഠായി പാത്രം എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ രണ്ടിലേക്കും അത്യാവശ്യം ഒരെണ്ണത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അളവ് കാണിക്കാനാണ് ഞാൻ ആദ്യമേ വെള്ളം നിറച്ച് വെച്ചത്. പിന്നെ ഇതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിലൊരെണ്ണമാണ് ഈസ്റ്റ്. നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തരിയായ ഈസ്റ്റാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രസ്റ്റീജിൻ്റെ ഈസ്റ്റാണ്. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട സാധനം മൊയ്ന വേണ്ടവർ എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മൊയ്ന. ഇത് ഒരു സ്റ്റാർട്ടർ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നോക്കുക ഗൈസ്. ഇത് നമ്മുടെ പപ്പായ ലീഫാണ്. ഇത് നമ്മുടെ അടുത്ത് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഇല പറിച്ചെടുത്താൽ മതി. പിന്നെ ഈസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ ഉണങ്ങിയ വാഴയില. ഉണങ്ങിയ വാഴയില നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പോയി എടുത്തതാണ്. നന്നായിട്ട് കഴുകണം ഗൈസ്, നന്നായിട്ട് കഴുകണം. എന്നിട്ട് നല്ല കഴുകിയിട്ട് നല്ല ബോൾ പോലെ ആക്കണം. പിന്നെ നമ്മുടെ മെയിൻ സാധനം മൊയ്ന കൾച്ചർ. 2 കൾച്ചർ ഉണ്ട് നമുക്ക് 2 പാത്രത്തിലേക്കായിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കിണർ വെള്ളം, ഞാനിവിടെ ഉപയോഗിക്കുന്ന കിണർ വെള്ളമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മീനിൻ്റെ ബാക്കി വന്ന വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അക്വേറിയം മീനിൻ്റെ നമ്മൾ നിറക്കുകയാണ്, പയ്യെ നിറക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം കൂടിയില്ലേ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ലെവലിലായിരിക്കണം ഈ ഒരു പാത്രത്തിൻ്റെ വെള്ളം വരേണ്ടത്. ആ ലെവലിൽ വെച്ചാൽ നമുക്ക് നന്നായിട്ട് കുറേ സർഫസ് ഏരിയ കിട്ടും, അതായത് കുറേ വിസ്താരം കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. 2 പാത്രത്തിലേക്ക് നമ്മൾ ഏകദേശം ഒരേപോലത്തെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണങ്ങിയ വാഴയിലല്ലേ, ആ ഉണങ്ങിയ വാഴയിൽ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കുക ഗൈസ്. ഒരു കൾച്ചറിലേക്ക് ഉണങ്ങിയ വാഴയിൽ ഞാൻ അവിടെ 2 മെത്തേഡാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡായിട്ട് നമുക്ക് അവിടെ പപ്പായ ലീഫ് ഇട്ട് കൊടുക്കാം. ഈ പപ്പായ ലീഫ് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ നന്നായിട്ടൊന്ന് സിങ്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. നെക്സ്റ്റ് മൂന്നാമത് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ഈസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത കിണർ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അളവ് കാണിക്കാനാണ് ഗൈസ് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ കുറച്ച് ഈസ്റ്റ് മതി. ഈസ്റ്റ് കൂടിപ്പോയാൽ മൊയ്ന കൾച്ചർ ക്രാഷ് ആവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 പാത്രത്തിൽ അല്ലെങ്കിൽ 3 പാത്രത്തിൽ കൾച്ചർ ചെയ്യുന്നത്. ഇവിടെ സ്ഥലം കുറവായതുകൊണ്ടാണ്, ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ടാണ് ഞാൻ 2 കുഞ്ഞി പാത്രത്തിൽ കൾച്ചർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ പാത്രത്തിലായാലും ഈ സെയിം വഴി കൾച്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഈസ്റ്റാണ് ഞാൻ 2 പാത്രത്തിലേക്കും കൂടി ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്ര ഈസ്റ്റ് മതി നമുക്ക്. ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ഈസ്റ്റ് നമ്മൾ അരിപ്പ വെച്ചേ ഒഴിക്കാൻ പാടുള്ളൂ. അതായത് ഈസ്റ്റിൻ്റെ കുഞ്ഞു തരികൾ പോലും ഉള്ളിലേക്ക് പോയാൽ കൾച്ചർ നശിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അര ഇങ്ങോട്ട് ഒഴിക്കും, ബാക്കി അര നമുക്ക് അപ്പുറത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഈവണായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ സാധനമാണ് മൊയ്ന ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് കൾച്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് മെത്തേഡ് ഈ കൾച്ചർ നമ്മൾ ആഡ് ചെയ്തു. മൊയ്ന പറ്റിപ്പിടിച്ച് ഗ്ലാസിൻ്റെ ഇരിക്കാതിരിക്കാൻ ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കൾച്ചർ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. രണ്ടും ഒരേ ഈക്വൽ ലെവലിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കൾച്ചർ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തൊരു പരിപാടിയാണ്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു കവർ ഇട്ടൊന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ കൾച്ചർ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കേടായിപ്പോവോ ക്രാഷായിപ്പോവോ ഇല്ലയെന്ന് നമുക്ക് നാളെ നോക്കാം. ഞാൻ ഒരു കൾച്ചർ ഒരു മൂടി വെച്ച് ചെറുതായിട്ട് മൂടുന്നുണ്ട്, എയർ കയറുന്ന രീതിയിൽ. മറ്റേ കൾച്ചർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വീണാലൊക്കെ എടുത്ത് കളയണമെങ്കിൽ. പിന്നെ കൊതുക് മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. കൊതുകിൻ്റെ മുട്ട വന്നാൽ കൾച്ചർ ക്രാഷ് ആവും. ഇപ്പോൾ നമ്മുടെ കൾച്ചർ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ കൾച്ചർ അടുത്ത ദിവസം നല്ല രീതിയിൽ കൾച്ചറായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ഡബിൾ ഏകദേശം നമുക്ക് ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല കൾച്ചർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉറുമ്പുകൾ വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എടുത്ത് കളയേണ്ട ആണ്. അല്ലെങ്കിൽ അത് ഭയങ്കര വെള്ളം കേടുവരുത്തും. വെള്ളം കേട് വന്നാൽ മൊയ്ന ക്രാഷ് ആവും. അപ്പോൾ നിങ്ങളുടെ വാട്ടർ എങ്ങനെയാണോ അങ്ങനെ നോക്കിയിട്ട് ഓരോ കൾച്ചർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ
അടുത്ത കൾച്ചറാണ് സെക്കൻഡ് മെത്തേഡിൽ. ഇതിൽ നല്ല രീതിയിൽ കുഞ്ഞു മൊയ്നാസ് ഉണ്ടായി വരുന്നുണ്ട്. ഒഴിച്ചേക്കാളും നമ്മൾ ഡബിൾ ഇരട്ടി നമുക്ക് കിട്ടി ഇപ്പം തന്നെ. സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ, എന്നിട്ട് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ കൾച്ചർ കിട്ടിക്കഴിഞ്ഞു. ഈ നല്ല രീതിയിൽ വരുന്നുണ്ട്. എല്ലാ സൈഡിലും ആക്ച്വലി മൊയ്ന ഉണ്ട്. നമുക്ക് നടുക്കോട്ട് നോക്കിയാലും ഈ ലീസിൻ്റെ ഇടയിൽ നോക്കിയാലും ഇവർ ഈ ഇൻഫെസ്യൂറിയ എന്ന് പറഞ്ഞ സാധനമാണ് കഴിക്കുന്നത്. അതായത് ഈ ഇല വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ആ ഓർഗാനിസംസിനെ ഈ മൊയിനക്ക് തിന്നാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ഫീഡ് കൊടുക്കണമെന്നാണ്. നമ്മൾ ഇന്നലെ കൊടുത്തേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സെയിം ലെവൽ കൊടുത്താലും മതി. കാരണം ഈസ്റ്റ് കൂടി പോകുമ്പോഴാണ് മൊയിന ക്രാഷ് ആവുന്നത്. പിന്നെ നമ്മുടെ കണ്ടെയ്നർ കുറച്ച് കുഞ്ഞിതാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ലെവലിൽ, വളരെ കുറച്ച് ലെവലിൽ നമ്മൾ പാതിയായിട്ട് ഇന്നലത്തെ പോലെ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ പാതി ഒഴിച്ചു ഈ കൾച്ചറിലേക്ക്, അടുത്ത കൾച്ചറിലേക്ക് അതിൻ്റെ ബാക്കി പാതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കാര്യം കൂടി ചെയ്യണം. ഇത് ബാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാലേ ഈസ്റ്റ് എല്ലായിടത്തേക്ക് എത്തിപ്പെടുകയുള്ളൂ. ഈ 2 മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.